ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് കുറെ പേര് ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് ട്രേഡിഫൈ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചേഴ്സ് പ്രൊഫെംസ് ആണ്. അതുപോലെ തന്നെ CFD വളരെ റെയർ ആയിട്ടാണ് ഞാൻ ട്രേഡിംഗ് ആയാലും എന്തായാലും ചെയ്യാറ്. അതുകൊണ്ടാണ് CFD ഫെംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറെ പേര് അങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് CFD ചെയ്യാത്തത്. ഇപ്പോൾ മെയിൻലി ഒട്ടുമിക്ക ആൾക്കാരും CFD നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഫ്യൂച്ചേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചേഴ്സിൽ തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അപ്പെക്സും ബുൾലോക്സ് ഒക്കെ കുറച്ച് കമ്പനികൾ 3-4 കമ്പനികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നത് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്ന് പറയുന്ന അഥവാ ഇൻട്രാഡേ ഡ്രോ ഡൗൺ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു 50K അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഏകദേശം 52,000 നമ്മൾ പ്രോഫിറ്റ് കണ്ടിട്ട് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ നമുക്ക് എഗെയിൻസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രേക്ക് ഇവണിലേക്കൊക്കെ നമ്മൾ 2,000 പ്രോഫിറ്റ് കണ്ട് ബ്രേക്ക് ഇവണിലേക്ക് എടുത്ത് വെക്കുമ്പോൾ 2,000 മുകളിലേക്ക് പോയിട്ട് 2,000 നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, മാർക്കറ്റ് താഴത്തേക്ക് വരികയും എഗെയിൻസ്റ്റ് ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഇവണിൽ വന്ന് ടച്ച് ചെയ്ത ഇൻട്രാഡേ ഡ്രോ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടുമിക്ക ഫേംസും എൻഡ് ഓഫ് ദ ഡ്രോ ഡൗൺ ആക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഫ്യൂച്ചേഴ്സ് ഫേംസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-20 അക്കൗണ്ട് വരെ കോപ്പി ചെയ്യാൻ പറ്റും എന്നുള്ളതും പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50% മറ്റും 40% ഒക്കെ ഓഫർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 50K അക്കൗണ്ട് ഏകദേശം $60 $80 ഒക്കെ വന്ന് ഏകദേശം 8,000 രൂപയുടെ അടുത്തൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 10 അക്കൗണ്ട് ഒക്കെ കോപ്പി ചെയ്യാം. അപ്പോൾ നമ്മളൊരു $300 50K അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് 4-5 അക്കൗണ്ട് ഒക്കെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ CFD ആയിട്ട് കമ്പനി ഫസ്റ്റ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്വാപ്പ് ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ കമ്മീഷൻ ഉണ്ട്, കമ്മീഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഈ CFD ഫേംസ് ഒക്കെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് മാനേജർ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ പേ ഔട്ടിന്റെ ഒക്കെ സാധ്യതയുള്ള ആൾക്കാർ അവരുടെ ഇതൊക്കെ നോക്കിയിട്ട് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റിനൊപ്പം സഞ്ചരിക്കുന്ന രീതിയിൽ. അപ്പൊ അത്രയും പ്രശ്നങ്ങളൊന്നും ഈ പറയുന്ന ഫ്യൂച്ചർ ഫേംസിനില്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് ട്രേഡിഫൈ എന്ന് പറയുന്ന ഒരു ന്യൂജൻ ഫേമാണ്. എനിക്ക് ഇവരുടെ ന്യൂജൻ ഫേം എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒട്ടുമിക്ക കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ടാണ് നമുക്ക് തോന്നിയേക്കുന്നത്. ഇൻസ്റ്റന്റ് പേ ഔട്ട് ആയിക്കോട്ടെ, പേ ഔട്ടിന്റെ സ്പീഡ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർസ് എല്ലാ കമ്പനികളായിട്ട് സോഫ്റ്റ്വെയർസിന്റെ കാര്യത്തിൽ ഇവർ ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരാണ് കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൊഫേം ഒക്കെ ആയിട്ടുള്ള പേ ഔട്ടിന്റെ പ്രോസസ്സിൽ ഏറ്റവും ടോപ്പിൽ വന്ന ഒരു കമ്പനിയാണ് ഇവര്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇവര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് കുറെ പേര് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത്. ഇവരിലേക്ക് വന്നാൽ ഇവര് ഒട്ടുമിക്ക ഫേംസ് ആയിട്ട് ഇവര് ടൈപ്പ് ഉണ്ട്. അതായത് ട്രേഡിഫൈ അങ്ങനെ റിഥമിക് എല്ലാ ഇതായിട്ട് സോഫ്റ്റ്വെയർസ് പ്ലാറ്റ്ഫോംസ് ആയിട്ട് ഇവർ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരൊരു പ്രത്യേകത ഫാസ്റ്റ് പേ ഔട്ട് ആണ്. 30 മിനിറ്റിനുള്ളിലൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. പേ ഔട്ട് ഓട്ടോമേറ്റഡ് പേ ഔട്ട്സ് ആണ്. അതേപോലെ തന്നെ 1 ഡേ ഇൻസ്റ്റന്റ്ലി പേ ഔട്ട് കൊടുക്കുന്നത്. അതല്ല ആക്ടിവേഷൻ ഫീസ് ഇല്ല. ഇപ്പൊ എല്ലാ കമ്പനികളും ആക്ടിവേഷൻ ഫീസ് ഇല്ലാത്ത രീതിയിലായിട്ടുണ്ട്. 5 പേ ഔട്ട് രീതിയിലുള്ള 5 പേ ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് ആണ് കിട്ടുന്നത്. നമ്മളെല്ലാം സ്റ്റിമുലേറ്റഡ് ക്യാപിറ്റലാണ് ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 അക്കൗണ്ടിൽ പേ ഔട്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടും. അതുപോലെ ജേണൽ ബാക്ക് എൻഡ് നല്ല ഭംഗിയുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാസ്സാകാൻ പറ്റും എന്നുള്ള ഇതുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാസ്സാവാം. അതുതന്നെ 4 കോൺട്രാക്ട് ഒക്കെ ചെയ്യാം. മറ്റു കമ്പനികൾ അത്രയും ചെയ്യാറില്ല. മിനി ഒരു 1:10 എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഹിഡൻ റൂൾസ് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത്. അതേപോലെ ഇവരെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രൈസിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ കോമ്പറ്റീവ് ആയിട്ട് വന്നേക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ലൂസിഡ് ക്യാപിറ്റലാണ്. ലൂസിഡ് ക്യാപിറ്റലായിട്ട് ഇവർക്ക് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. മറ്റേ അപ്പെക്സ് ആയിട്ടൊന്നും അല്ല ഇവർ മെയിൻ ആയിട്ട് കോമ്പറ്റ് ചെയ്യുന്നത്. ടോപ്പ് 1 ഫ്യൂച്ചേഴ്സ് ലൂസിഡ് ക്യാപിറ്റലൊക്കെ ആയിട്ടാണ് ഇവർ കമ്പാരിസൺ വരുന്നത്. അതുപോലെ തന്നെ ഇവര് ഏറ്റവും നല്ലൊരു പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. അതിന്റെ 50K നമുക്ക് വരുന്നത് ഏകദേശം $87 ആണ് വരുന്നത്. ഈ $87 എന്ന് പറയുമ്പോൾ നമുക്ക് 7,200 7,500 അടുത്ത് വരും. ഇപ്പൊ നിലവിൽ 40% ഓഫറും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ ഡേ ആണ് കേട്ടോ, ഇത് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് തോന്നിയത് ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 1,250 ആണ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഇല്ല. ഗ്രോത്ത് പ്ലാനിൽ കൺസിസ്റ്റൻസി ഇല്ല. റീസെറ്റ് ഫീ 95 ആണ്. റീസെറ്റ് ഫീ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റു ഫാൻസ് ഒക്കെ റീസെറ്റ് ഫീ ലൈവിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. ആക്ടിവേഷൻ ഫീസ് ഇല്ല. അപ്പൊ നമുക്ക് $87 അടച്ചാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് കിട്ടാണ്. ഇപ്പൊ നിലവിൽ 40% ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്തത് 3 ദിവസത്തിനുള്ളിൽ പാസ്സാവുന്ന രീതിയിലാണെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് എല്ലാം 50K ഒക്കെ സെയിം തന്നെയാണ്. ട്രെയിലിംഗ് മാക്സിമം ഡ്രോ ഡൗൺ 2,000 ആണ്. സെയിം പോലെയാണ്. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് പ്രത്യേകതയാണ്. കൺസിസ്റ്റൻസിന്റെ 40% കൺസിസ്റ്റൻസി വരുന്നുണ്ട്. ഫണ്ടിങ് 3 ഡേയ്സിനുള്ളിൽ പാസ്സാവുന്നതിൽ
അതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് പേ ഔട്ട് എടുക്കാനുള്ളത്. ഡെയിലി പേ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പേ ഔട്ട് ഫ്രീക്വൻസി ഡെയിലി ആകുമ്പോൾ മാക്സിമം പേ ഔട്ട് 1000 വരെ പറ്റത്തുള്ളൂ. അത് നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ ഡെയിലി പേ ഔട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരു കുറച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി മെന്റലി പ്രഷർ ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് പേ ഔട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ട്രേഡിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. എനിക്ക് ഫണ്ടിങ് പിപ്സിന്റെ സമയത്ത് എനിക്ക് പറ്റിയൊരു പ്രശ്നമാണ് 7 ദിവസത്തെ പേ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏകദേശം നല്ലൊരു എമൗണ്ട് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കണം, പെട്ടെന്ന് നമുക്കും കുറെ കാര്യങ്ങളൊക്കെ പ്രഷർ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് കുറെ EMI കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടി മാത്രം 7 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഡെയിലി പേ ഔട്ടിന്റെ ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് സൈക്കോളജിക്കലി നമ്മൾ അനാവശ്യ ട്രേഡിലേക്ക് ഈ ട്രേഡ് നമുക്ക് നമ്മളെല്ലാം ട്രേഡ് നമ്മൾ വിന്നിങ് ആക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ട്രേഡ് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പെടും. അപ്പൊ അതുകൊണ്ട് ഡെയിലി പേ ഔട്ടിനോട് ഞാൻ ഒട്ടും നിങ്ങളോട് ചൂസ് ചെയ്യാൻ പറയുന്നില്ല. എപ്പോഴും നമുക്ക് ഫ്ലെക്സ് നോർമലി ഉള്ള ഈ ഒരു പ്ലാനൊക്കെ ആണെങ്കിൽ നമുക്ക് 3000 വരെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡെയിലി ലോസ് ലിമിറ്റ് ഉണ്ട് ഡെയിലി പേ ഔട്ട് എടുക്കുന്നവർക്ക്. ഫ്ലെക്സ് എന്നുള്ള ഇതിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയില്ല. മാക്സിമം ഡ്രോ ഡൗൺ രണ്ട് ഇതിലും സെയിം തന്നെയാണ്. ഇനി ലൈറ്റനിങ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് തന്നെ ലൈറ്റനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാനാണ്. ഇതിൽ 295 എന്നുണ്ട്. ഈ ഒരു പ്രൈസ് തന്നെയാണ് ഒട്ടുമിക്ക കമ്പനികളും ഇൻസ്റ്റന്റിന് 50K കൊടുക്കുന്നത്. ഇവിടെ കൺസിസ്റ്റൻസി 20% ഡെയിലി ലോസ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് ട്രെയിലിംഗ് ഡ്രോഡൗണിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ ലൈറ്റനിങ്ങിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ട്രേഡ് അവോട്ട് ഉണ്ട്, വെൽ ചാറ്റ് ഉണ്ട്, റിതമിക് ഉണ്ട്, ട്രേഡ്സിനെ കുറിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സോഫ്റ്റ്വെയർ ആണ്. ലൂസിഡ് ക്യാപിറ്റൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ അപ്ഡേഷൻസ്, അതായത് ഫ്യൂച്ചർ സ്ട്രീംസിൽ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5 മെയിനിലോട്ട് അല്ലെങ്കിൽ മിനി എന്തെങ്കിലും ഇട്ടെന്ന് വിചാരിക്കുക ഓർഡർ. ഈ 5 മിനിയും ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ട്രേഡ് ഔട്ടിലാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്ലോസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ ഒരു $100 പ്രോഫിറ്റ് എന്തു, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ അങ്ങനത്തെ പരിപാടി ഫ്യൂച്ചേഴ്സ് ഗെയിംസിൽ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രേഡ്സി വന്നതിന് ശേഷം അവർ പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് പാർഷ്യലി ക്ലോസ് ചെയ്യാൻ പറ്റും. പാർഷ്യലി ക്ലോസ് ചെയ്യുമ്പോൾ മെയിൻ ലോട്ട് വെച്ചിട്ട് തന്നെ ലോട്ട് പകുതിയാക്കാം ക്ലോസ് ചെയ്യാം എന്നല്ല ഉദ്ദേശിക്കുക. ഒരു 5 ലോട്ട് ഉണ്ടെങ്കിൽ 2 ക്ലോസ് ചെയ്യാം അങ്ങനെയാണ് ഉദ്ദേശിക്കുക. ഇപ്പോൾ മെയിൻ ലോട്ടൊക്കെ ആകുമ്പോൾ ചിലർ വിചാരിക്കും അത് പകുതിയാക്കാൻ പറ്റുന്നിരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സിൽ ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൈക്രോ ചെയ്യേണ്ടി വരും. മിനി എന്ന് പറയുമ്പോൾ മെയിൻ ലോട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വെൽത്ത് ചാർട്ട് ഉണ്ട്. ഈ വെൽത്ത് ചാർട്ട് കുറച്ച് കോപ്പി ട്രേഡ് ഓക്കെ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. ഈ രണ്ട് ഇത് വച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ്സി ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത്യാവശ്യം പേവട്ടൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഫേം കൂടിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 5 ദിവസമൊക്കെ കൂടുമ്പോൾ പേവട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവർക്ക് ക്രിപ്റ്റോ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പക്ഷെ അവർക്ക് റിവ്യൂ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ക്രിപ്റ്റോയിൽ അത്രയും അവർ അഗ്രസീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കേണ്ടതാണ് കുറച്ചൊരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ലൈവ് അക്കൗണ്ടും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർക്കൊരു ഗ്രാൻഡ് ഒരു പരിപാടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ഫ്രീ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഗ്യാരണ്ടീഡ് റിവാർഡ്, നമുക്ക് ഗെയിംസ് കളിക്കുന്ന പോലെ ട്രേഡ് അവരെ ഡെമോ എടുത്തിട്ട് നമുക്ക് വേറെ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷെ അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ പാസ്സാവാൻ നമുക്ക് $5000 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൺസിസ്റ്റൻസി ഇല്ല, ഡെയിലി പേ ഔട്ട്സ് ആണ്. ഇനി നമുക്ക് ഇവരെ കുറച്ച് റിവ്യൂ പേ ഔട്ട് ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാതെ പേ ഔട്ട് ജംഗ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഓരോ കമ്പനികളെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഠിക്കുന്നത്. ഓൾ ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ ടൈം എപ്പോഴും ടിപ്സ് തന്നെയാണ് നല്ല ഫേം ആയിട്ട് നിൽക്കുന്നത്. ഇനി 24ലേക്ക് വന്നു കഴിഞ്ഞാൽ 24 ഹവറിൽ ആരാണ് ട്രേഡിഫൈ ആണ് ഏറ്റവും ടോപ്പിൽ. എപ്പോഴും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്പർ ഓഫ് പേ ഔട്ടും അത് ആവറേജ് പേ ഔട്ടും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ ചിലർ ഇവിടെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷെ ആവറേജ് പേ ഔട്ട് കുറവായിരിക്കും. അപ്പോൾ അത് നോക്കാം. എപ്പോഴും 1400 മുകളിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്. ഫണ്ട് ഫീച്ചറാണ് കുറച്ചുകൂടി ആവറേജ് പേ ഔട്ടിൽ മുന്നിട്ടിരിക്കുന്നത്. പക്ഷേ നമ്പർ ഓഫ് പേ ഔട്ടിൽ നമ്മുടെ ട്രേഡിഫൈ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്ന ട്രേഡിഫൈ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് 30 ഡേയ്സിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 16,000-ഓളം പേ ഔട്ട്സ് കൊടുത്തു. മറ്റു കമ്പനികളൊന്നും ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ വേറെ കാര്യം, 5years പോലുള്ള കമ്പനികളൊന്നും ഈ പേ ഔട്ട് ജംഗ്ഷനിൽ രജിസ്റ്റേർഡ് അല്ല. നമ്മൾ ഓരോ കമ്പനികളും രജിസ്റ്റേർഡ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്രിപ്റ്റോ ഇതാണ്, മറ്റ് ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൂട്ടൊന്നുമില്ല. അതേപോലെ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിവ്യൂസിൽ നോക്കുമ്പോൾ റിവ്യൂലൊക്കെ 4.6 ആണ് വരുന്നത്. അതേപോലെ കുറച്ച് നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ഇവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവരുടെ കമ്പനി ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള റിപ്ലൈസ് അവർ കമ്പനി തന്നെ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മറ്റു കമ്പനികളൊന്നും ഞാൻ അങ്ങനെ എന്താ പറയുക ഈ ട്രസ്റ്റ് പൈലിൽ അങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതായിട്ട് കണ്ടില്ല. 4.6 ആണ് വന്നേക്കുന്നത്.
അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫേമിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ഒരു ഫേം തന്നെയാണ്. പേയ്‌ഔട്ടിന്റെ കാര്യത്തിലാണെങ്കിലും പേയ്‌ഔട്ട് സ്പീഡിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഒന്ന് ട്രസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് 40% ഓഫറും കാര്യങ്ങളുണ്ട്. അതുപോലെ പ്രൊഫൈൽ മാച്ചിലാണെങ്കിൽ 4.8 റേറ്റിംഗും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എൻ്റെ ഒരു ഇതിൽ ഈ ഒരു ഇതിന്റെ ഏത് പ്ലാനാണ് നല്ലതെന്നുള്ളതാണ് ഞാൻ നോർമലി നോക്കിയിട്ട് പറയുന്നത്. എനിക്കിതിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് ആണ്. കുറച്ച് പ്രൈസും വെച്ച് നോക്കാം. ഡെയിലി ലോസ് ലിമിറ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റേ 90 വരുന്നത്, 99 വരുന്നത്. അപ്പോൾ 99 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഒറ്റ ഷോട്ട് പാസ്സാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്കിയെല്ലാം സെയിം ഇതാണ്. കൺസിസ്റ്റൻസി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രോത്ത് ആയിരിക്കും. ഈ ലൂസിഡ് ക്യാപിറ്റലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് ആയി ലൂസിഡ് ക്യാപിറ്റൽ ഇപ്പോൾ ഏകദേശം ഈ രണ്ട് ടീമിന്റെ പ്രൈസ് രണ്ടും ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് ഫേമും കുഴപ്പമില്ല. ഇവരാണെങ്കിൽ കുറച്ചുകൂടി എല്ലാ പ്ലാറ്റ്ഫോംസും ഉണ്ട്, നമുക്ക് ഏതുവേണമെങ്കിലും ചൂസ് ചെയ്യാം. പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിന് എടുത്തു വരുന്നു. ട്രേഡ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ കോപ്പി ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ബോട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നിഞ്ചയിൽ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചില സമയത്ത് തുടക്കത്തിൽ എടുക്കുമ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഫേംസിൽ നിന്നൊക്കെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ ശേഷം ഫേംസിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഫേംസിൽ നിന്നൊക്കെ ഓൺലൈൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഡിസ്കോഡിൽ പോയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കണക്ഷൻ ഇത് അവരൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു PDF മാത്രമേ അയച്ചു തരുള്ളൂ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി ഈസി ഇത് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് കിട്ടാനും അതേപോലെ തന്നെ ട്രേഡ് എടുക്കുമ്പോൾ ഈ പറയുന്ന ഇപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ. 5 ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ലോട്ടൊക്കെ സെപ്പറേറ്റ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിഡ്രോ അല്ല, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഫീച്ചേഴ്സിന്റെ മറ്റ് ഈ വെൽചാർട്ട് ആയിക്കോട്ടെ റിതമിക് ആയിക്കോട്ടെ ഒന്നിലും അത്തരത്തിൽ ഒന്നില്ല. അതായത് പാർഷ്യലി ബുക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേമിൽ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ട്രേഡ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രോത്തും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 40% ഓഫർ ഉണ്ട്. ക്രിപ്റ്റോ അവർ അത്രയും ഇത് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ടും മാത്രം എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഏത് കമ്പനീനെ കുറിച്ചാണ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂസ് വേണ്ടതെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്ത് നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.